അതുണ്ടല്ലോ, നമ്മൾ മുംബൈയിൽ വന്ന് ആദ്യ ദിവസം തന്നെ സന്ധ്യ ആയപ്പോഴേക്കും ചേച്ചി പറഞ്ഞു നമുക്ക് ഇവിടുത്തെ മാർക്കറ്റൊക്കെ ഒന്ന് പോയി വെറുതെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഓട്ടോ പിടിച്ചു. അപ്പോൾ ഇവിടുത്തെ ഓട്ടോയ്ക്ക് നമുക്ക് എവിടെ ആ ഒരു ലൊക്കാലിറ്റിയിൽ എവിടെ പോകാനോ 26 രൂപ കൊടുത്താൽ മതി കേട്ടോ, 3 പേരാണെങ്കിൽ. പക്ഷേ 4 പേരുള്ളപ്പോൾ ഒരാൾക്ക് 15 രൂപ വെച്ചാകും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത്തവണ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഡോർഫിനാണെങ്കിൽ നമ്മുടെ ഓട്ടോ ചേട്ടനെ കെട്ടിപ്പിടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് സ്റ്റേഷനിലേക്കാണ്, കാരണം നമുക്ക് വേളാങ്കണ്ണിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യണമായിരുന്നു. അത് ഇവിടെ വന്നിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത് കേട്ടോ. അപ്പം സ്റ്റേഷനിൽ വന്ന് ഇവിടെ വന്ന് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതിൻ്റെ ഇടയിൽ നമുക്കതേ നോക്കി നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഈ ഇവിടെ ട്രെയിനിൽ ആളുകൾ വന്ന് ഇങ്ങനെ ചാടി ഇറങ്ങുന്നതും കയറി പോകുന്നതും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അത് കണ്ട് നമുക്ക് ഇങ്ങനെ നിൽക്കാൻ തോന്നും കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ മടുക്കുമായിരിക്കും, എന്നാലും നമ്മൾ ആദ്യത്തെ കാഴ്ചയില്ലേ, അപ്പോൾ നമ്മളങ്ങനെ ആസ്വദിച്ചിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ആ മാർക്കറ്റിലേക്ക് ഇറങ്ങി കേട്ടോ. നല്ല രസമാണ്. ഇവിടെ ഈ ഒരു സമയമാകുമ്പോഴേക്കാണ് മാർക്കറ്റൊക്കെ ഓൺ ആവുന്നത്. സൈഡിൽ മുഴുവൻ പച്ചക്കറികളും ഫ്രൂട്ട്സും പിന്നെ ചെരുപ്പ്, ബാഗ്, തുണി എന്ന് വേണ്ട സകല സാധനവും നമ്മൾക്ക് ഇവിടെ വഴിയരികെ കിട്ടും കേട്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞിരുന്നു ഇവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഇതെല്ലാം പോയി വാങ്ങിക്കാൻ നിൽക്കേണ്ട, നാളെ മേടിക്കാം. നോക്കി സ്ട്രോബെറിയുടെ വലിപ്പം നമുക്ക്, അതുപോലെ എല്ലാം ഞാൻ കാണാത്ത തരത്തിലുള്ള തണ്ണിമത്തനൊക്കെ ഉണ്ടായിരുന്നു, മേടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പേരൊക്കെ വാങ്ങിച്ചു, മുസമ്പി വാങ്ങിച്ചിട്ടോ. ഇതെല്ലാം ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടന്നുപോയി. അടിപൊളിയായിട്ട് തോന്നി. എനിക്ക് ഇവിടെ നിന്ന് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല, അത്രയും രസമായിരുന്നു. നമുക്കിങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ കണ്ട് തിണ്ടി നടക്കാനായിരുന്നുള്ള ഒരു ത്വരയായിരുന്നു എനിക്ക്. അതൊക്കെ അടക്കി പിന്നെ ഞങ്ങൾ സന്ധ്യ ആയപ്പോഴത്തേക്കും വീട്ടിൽ പോകുന്നു കേട്ടോ. നാളെ പോകാനുള്ള മാർക്കറ്റുകളും കാണാനുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. കാരണം ഇവിടെ വരുമ്പോൾ ഏറ്റവും ഇത് കേട്ടോ, ചെറിയാണ് ഇത് ഞാവലാണെന്ന് കരുതി ഞാൻ വാങ്ങാൻ ചെന്നാണ്. ഷുഗർ നല്ലതാണല്ലോ, എന്നാൽ അത് കുറച്ച് വാങ്ങിച്ച് കഴിച്ചേക്കാന്ന് ചെന്നപ്പോൾ അത് ചെറിയായിരുന്നു. അത് ആ ഒരു കളറിൽ ചെറിയാണ് കേട്ടോ. അതായത് ഈ ഒരു കുക്കുമ്പർ, അതുപോലെ മുളകിൻ്റെ നിറം നോക്കുക, കുഞ്ഞി പാവൽ, നമ്മുടെ കാട്ടുപാവൽ എന്ന് പറയുന്നത് കുഞ്ഞി പാവൽ, അങ്ങനെ ഇഷ്ടം പോലെ ഇവിടെ വഴിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ഇതിന് കുറച്ചും കൂടെ വില കുറവായിരിക്കും. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പേരക്കയും പിന്നെ മുസമ്പിയൊക്കെ വാങ്ങിച്ചത്. പൂക്കളുണ്ട്, എല്ലാം ഉണ്ട്, സകല സാധനങ്ങളും ഈ സമയത്തുണ്ട്. അപ്പം നാളെ കാണാം.